എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം ഇതൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയാണ്. OTT വരാൻ നോക്കിയിരിക്കട്ടെ കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കും. തെളിയിച്ച ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം മനസ്സ് ചേച്ചിയാണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും ശരി, സുജി ചേച്ചിയാണെങ്കിലും ശരി, എല്ലാവരും അവരുടെ മാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയാണെങ്കിൽ ശരി, സെന്തിലേട്ടൻ, ഇവൻ സിബി സാറിൻ്റെ പോർഷൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ റിയലിസ്റ്റിക് സിനിമ നമ്മൾ കാത്തിരുന്ന ഒരു സിനിമയുടെ ഒരു പോർഷനായിട്ട് എനിക്ക് തോന്നുന്നു. രമേശ് പിഷാരടിയായിട്ടൊരു ഇതാണല്ലോ കോംബോ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാം, രണ്ടുപേരുടെ ഒരു. രമേശ് ചേട്ടനും ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു. അല്ലെങ്കിൽ ഇതിനുശേഷം ഞങ്ങളൊരു ഷോയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചാണെങ്കിലും നമ്മൾ ഈ ഒരു സിനിമ ഒന്ന് റിലീസാവാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം അത്രയും നല്ല മെമ്മറീസ് ഉണ്ടായിരുന്ന ഒരു സെറ്റായിരുന്നു. ഇപ്പം ഇപ്പം ലാസ്റ്റ് ഒരു ഡാൻസ് ഒക്കെ കണ്ടില്ല, അവിടെയൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് ഫൺഫില്ലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പഴയ സുരാജേട്ടൻ കോമ്പിനേഷൻ സുരാജേട്ടൻ ചാക്കോച്ചന്റെ കോമ്പിനേഷൻ രാജേഷ് മാധവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ പടം എല്ലാവരും പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ പടം ഈ ജോണറും കൂടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പ് പടയുടെ എൻ്റർടൈൻമെൻറ്റ്സ് വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നല്ലതായിരിക്കും. ദർശൻ പിന്നെ എല്ലാവരും ഹാപ്പിയല്ലേ? പഴയൊരു സുരാജേട്ടനെ കണ്ട പോലെ ഉണ്ടായിരുന്നു. സുരാജേട്ടൻ്റെ തിരിച്ചറിവല്ലേ പഴയ സുരാജേട്ടൻ അല്ലേ? വീണ്ടും കോമഡിയിലേക്ക് വീണ്ടും സുരാജേട്ടൻ ആ ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിരുന്നു. സുരാജേട്ടൻ്റെ ഹ്യൂമർ ഏരിയയൊക്കെ സീരിയസ് ക്യാരക്ടറായിട്ട് പുള്ളി വന്നെങ്കിൽ തന്നെയും അധികം പുള്ളിയാണ് പിന്നെ ആ ഏരിയ ഏറ്റെടുത്തേക്കുന്നത്. ചാക്കോച്ചനും പൊളിച്ചടക്കിയേക്കും തകർത്തു. ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും. സന്തോഷം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും സുരാജേട്ടൻ്റെ ഈ ഒരു ലെവൽ പെർഫോമൻസ് കാണാൻ കൂടെ ആഗ്രഹിക്കുന്നതാണ്. നല്ല രീതിയിൽ പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. രണ്ടുപേരും നല്ല മത്സരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് മികച്ചൊക്കെ എന്തായാലും മികച്ചിരിക്കുന്ന രണ്ടുപേരും അവരുടെ പാട്ട് സുരാജേട്ടൻ തന്നെ ഡോമിനേറ്റ് ചെയ്യും നല്ല രീതിയിൽ. പുള്ളി തന്നെ ഷോ സ്റ്റീലോ സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓക്കെ. റാങ്കിലേക്ക് വരുന്നൊരു സിനിമ കൂടിയാണ്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ നയിക്കുന്ന നല്ല പെർഫോമൻസാണ്. പിന്നെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എനിക്ക് നല്ലൊരു പ്രമേയമായിരുന്നു. എക്സിക്യൂട്ടീവ് വന്നപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. പിന്നെ കോമഡി വർക്കൗട്ടായിരുന്നു. പലയിടത്തും കോമഡി വർക്കൗട്ടായില്ല. കുറച്ച് ലോജിക്കലായിട്ട് തോന്നിയില്ല. നല്ലൊരു ടോപ്പിക്കായിരുന്നു. നമ്മുടെ ഗുരുമുരുകളെ പോലെ നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, യങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും. അങ്ങനെ വൾഗാരിറ്റി വയലൻസ് ഒന്നും ഇല്ല. കുറച്ചുകൂടി നന്നാക്കായിരുന്നു. വെഞ്ഞാറമ്പൂട്ട് കുറേ ആൻസേഴ്സ് കോമഡിയിലേക്ക് വരുവാണ്. കുഞ്ചാബോബിൻ്റെ റൊമാൻസിലേക്ക് വരുവാണ്. അവിടെ മൊത്തത്തിൽ ആവറേജാണ്, കണ്ടിരിക്കണം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.